യെസ്. എന്ത് തണുപ്പാടിയത്. വല്ല പനിയും വരും മനുഷ്യന്. മോളുറങ്ങിയ ചൊക്കിടൂ. ഉണിക്കിവിടെ നിറച്ചും ഫാൻസ് ആണല്ലോ. അതൊക്കെ നമ്മുടെ ചക്കിയുടെ ഫാൻസ് അല്ലേ. പിന്നെ ഞാൻ ബോറടിക്കുമ്പോൾ ചുമ്മാ അവരുടെ കൂടെ അങ്ങ് കൂടും. അജിത്തും ടീമുമായിട്ട് ഉണ്ണിക്ക് അത്ര അടുപ്പല്ലേ? അടുപ്പക്കുറവൊന്നുമില്ലടി. പുള്ളിക്കാരൻ വേറെ മൂടാണ്. നമ്മുടെ വൈബുമായിട്ട് അങ്ങ് സെറ്റാവില്ല. ഉണ്ണീൻ്റെ ഈ രീതി എല്ലാവർക്കും അങ്ങ് സെറ്റ് ആവണമെന്നില്ല. ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ജഡ്ജ് ചെയ്യുന്നിട്ട് ജഡ്ജ് ചെയ്യട്ടെ. വാ രണ്ടെണ്ണടിക്കാൻ. ഞാൻ ഇല്ല. വാ. നാളെ നേരത്തെ എണീക്കണം ഉണ്ണി. ഉണ്ണി പോയിക്കോ. ഞാൻ എന്തായാലും രണ്ടെണ്ണടിക്കാൻ പോവാം. നീ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്യണോ? ഞാൻ ഓഫ് ചെയ്തോളാം. കോക്ടെയിൽ. കോക്ടെയിൽ മിക്സിംഗ്. ആടോ, എന്തു പറ്റി? ഉറക്കമൊന്നുമില്ലേ? ഞാൻ ലേറ്റ് ആവും. എന്തു പറ്റി? താൻ ഉറങ്ങിയില്ലേ? ഇവിടെ സഭ വിരിഞ്ഞിട്ടില്ല. അതിനെന്തോ തനിക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? ഇടയ്ക്ക് വിളി വരും. അത് തന്നെയല്ല, ഞാനിങ്ങനെ വെറുതെ കിടന്ന് നേരം വിളിപ്പിക്കാന്നേ ഉള്ളൂ. എനിക്കങ്ങനെ ഉറക്കമൊന്നുമില്ല. തനിക്കെന്താ മെഡിക്കേഷൻ ഒന്നുമില്ലേ? കൗൺസിലിംഗ് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. സ്ട്രെസ്സിനൊന്നും ഒരു കുറവുമില്ല. എടോ, ഒറ്റയ്ക്ക് കൗൺസിലിംഗ് എടുത്തോണ്ട് ശരിയാവണമെന്നില്ല. ഇനി പോകുമ്പോഴേ താൻ അജിത്തുമായിട്ട് പോ. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതിന് പുള്ളി മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ? പ്രശ്നം മുഴുവൻ എനിക്കാണല്ലോ. പിന്നെ വൈകിട്ട് തന്നെ എവിടെയും കണ്ടിട്ടില്ലോ? ഞാനെവിടെ പോകാനോ? അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ ആരും കാണാറില്ലല്ലോ. ഞാൻ ഇൻവിസിബിൾ അല്ലേ? താനിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കലോ. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുകയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര നെഗറ്റീവാണ്. അത് ശരിയാണ്. സോറി. തന്നെ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. 6 മാസം കടലിലും കരയിലും ജീവിക്കുന്ന എനിക്ക് ചില ക്രൂയിസിനിടയ്ക്കൊക്കെ ഡിപ്രഷൻ അടിച്ച കടലിൽ ചാടിയെ കൊള്ളാൻ തോന്നാറുണ്ട്. ഭക്ഷണം, ഉറക്കം, സെക്സ് ഇതൊക്കെ ശരിയായി തന്നെ എൻ്റെ പകുതി കാര്യമൊക്കെ. പിന്നെ സ്ഥിരമായിട്ട് സ്ട്രെസ്സുള്ള ഒരു ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. തനിക്കിപ്പോൾ വേണ്ട കുറച്ച് സെറട്ടോണിനും ഓക്സിഡോസിനും ഡോപ്പമിനും ഒക്കെയാണ്. എനിക്കിനിയും ഗുളികയൊന്നും കഴിക്കാൻ വയ്യ. ഇതൊന്നും ടാബ്ലറ്റിന്റെ പേരല്ലടോ, നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസിന്റെ പേരാണ്. സോറി. അല്ല, ഇതൊക്കെ എങ്ങനെയാ അറിയുന്നേ? മാതാപിതാ ഗൂഗിൾ ദൈവം എന്നല്ലേ അമ്മ അച്ഛനും പറഞ്ഞ നേരത്തെ ഗൂഗിൾ പറഞ്ഞുതരും. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കടോ. ഹാപ്പി ഹോർമോൺസ് കൂട്ടാൻ ചില വഴികളൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ. പറയടോ. ഒരു വിക്കറ്റ് തെറിച്ചു. ആണോ? എന്നാ താൻ പോയി കിടക്ക്. ഓൾ ഔട്ട് ആവണവർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിന് ഉറങ്ങാൻ പറ്റണ്ടേ? തലയിലൊരു അമ്മിക്കല്ല് കെട്ടി വെച്ച പോലെ. അല്ല, ഈ ഹാപ്പി ഹോർമോൺസ് കൂട്ടാൻ പറ്റിയ വഴി എന്താന്നാ പറഞ്ഞേ? എക്സസൈസ് ഒരു വഴിയാണ്,
സൂക്ഷിച്ചു വെച്ചേ. ഇങ്ങനെ ഒരു വീട്ടിൽ പോകുന്നു. ഫിറ്റായിട്ടില്ലേ നമ്മളൊക്കെ വീട്ടിൽ കാലിലെ സൂര്യൻ വന്നാ പോലും നമ്മക്കാർക്കും ബോധം വരില്ല. പിന്നെ വീട്ടിലൊക്കെ ഒരുത്തൻ കയറിയാ എങ്ങനെ അറിയാനാ? പൈസ അയച്ചേട്ടാ, അയച്ചേട്ടൻ ടെൻഷൻ അടിക്കരുത്. അങ്ങനെ നാരായണ പഴ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേറി വീട്ടിൽ കയറി പൂശും. അല്ലെങ്കിൽ വേണ്ട അയച്ചേട്ടാ, ഇപ്പൊ തന്നെ പൂശ. വാ വീട് വാ പൂശണം. നിങ്ങൾ എന്തിനാ പേടിക്കണം? അയച്ചേട്ടനില്ലടാ, പിന്നെ എന്തിനാ പേടിക്കണം? പരിപാടിക്കില്ല കേട്ടോ. രാവിലത്തേക്കുള്ള മാവാട്ടുമായിരുന്നു. ആട്ടിക്കഴിഞ്ഞെങ്കിൽ വാ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വാ.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെന്താ വിളിക്കാത്തേ? താൻ ഇന്ന് ലേറ്റ് ആയിട്ടല്ലോ കിടന്നേ. പിന്നെ ചെറിയ പണിയുള്ളൂ ഇത്. എന്താടി കാലത്തെ അലിക്കുളത്ത് മൂടാണല്ലോ എനിക്ക്. ഇനിയും കുറേ സമയമുണ്ട് എൻ്റെ മീറ്റിങ്ങിന്. വേണ്ട, ലേറ്റ്. ഇന്ന് കിടങ്ങാണ്ട് പോവാൻ നോക്ക്. ഓട്, ഓട്. ഏയ്, ഏയ്. എന്ത് പറ്റി? ഇന്ന് ഭയങ്കര സ്ലോ ആണല്ലോ. ബോറടിക്കണു പപ്പ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ അതിനോട് കൂടെ കളിക്കാൻ പോയിക്കോട്ടെ പ്ലീസ്. അതിനേടെ അവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ആദ്യം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വാ, വന്നേ വന്നേ. ഓട്, 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 ഓട്. ഉണ്ണിയേട്ടാ, ആ ഗുഡ് മോർണിംഗ് ധന്യ. രാവിലെ എന്താ പരിപാടി? നിങ്ങളന്ന് പറഞ്ഞ സാധനം ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. എന്നിട്ട് വർക്കായ? കഴിച്ചു നോക്കിയിട്ട് പറ. ഇതെന്താ ഇത് നോക്കട്ടെ. അത് താടോ നോക്കട്ടെ. അത് ഗുഡ് മോർണിംഗ്. എന്ത് ബോൾ കളിയാണ്. എടാ നമുക്ക് ആ വീടങ്ങ് ലീസിനെടുത്താലോ? ഏത് വീടാ? എടാ നമ്മുടെ ആ പെണ്ണുണ്ണിയുടെ. എടാ നമുക്കിവിടെ എല്ലാവർക്കും കൂടാനുള്ളൊരു സ്ഥലമാവും. പിന്നെ വീട്ടിനകത്തിരുന്ന് കള്ളു കുടിക്കുന്നു എന്ന് പറയുന്ന അവളുമാരുടെ പരാതി ഇല്ലാതാവും. ആയിത്തേട്ടാ, അതൊരു 1-1.5 തീരുമാനമായിരിക്കും. നമ്മൾ 5 പേര് പൂൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊന്നും നടക്കത്തില്ല. അവനും ആ ചെറിയ സാറും തമ്മിൽ നല്ല അടുപ്പമാ. മാത്രമല്ല ആ വീട് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി അവൻ നല്ല കാശ് ഇറക്കിയിട്ടുണ്ട്, നല്ല വാടകയും കൊടുക്കുന്നുണ്ട്. ഒരു കാര്യമായ കാരണമൊന്നുമില്ല ചെറിയ സാർ അവനെ ഇറക്കി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ കാര്യമായൊരു കാരണം കാണിച്ചു തരട്ടെ. ഇത് ഷാജുവിന്റെ വീടല്ലേ? അതെ, ഷാജു നാട്ടിലില്ല. അതൊന്ന് കാണിച്ചു. ഷാജുവിന്റെ വീടാടാ. നീ ചെറിയ സാറിനെ അയച്ചു കൊടുത്ത്. ഇവനെ കൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായെന്ന് പറ. സ്ത്രീകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അസോസിയേഷൻ ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പില് ചെറിയ സാറുണ്ടല്ലോ, എല്ലാവരും അറിയട്ടെ. ഗ്രൂപ്പിലിടാൻ വരട്ടെ. ഉണ്ണിയേട്ടൻ നടക്കാനൊന്നും പോവാറില്ലേ? നടക്കാൻ പോകാറൊക്കെ ഉണ്ട്, സമയമുണ്ടെങ്കിൽ. ഇല്ലേ വേറെ ആളെ. ഇതേ എല്ലാവർക്കും കളി കൊടുക്കാം. അമ്മയുടെ റെസിപ്പി. ഈ ട്രൈറ്റ്. ഇത് നമ്മുടെ ചീടയല്ലേ? ചീടാന്നും പറയും. ഞങ്ങളുടെ അവിടെ ചുക്കുണ്ടാന്ന് പറയാ. ജോസേട്ടാ, റോഷിയേച്ചി ഉണ്ടാക്കിയതാ. താങ്ക് യു. ശരി എന്നാ. ദാ. അമ്മയുടെ കോൾ. ഞാൻ ഇപ്പൊ വരാം. ഉണ്ണിയേട്ടന് റോഷിയേച്ചിക്ക് ഈ വീട് വിലക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ സ്ഥിരതാമസാക്കിക്കൂടെ? അതൊക്കെ വലിയ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലടോ. ഫൂൾസ് ബിൽഡ് ഹൗസസ് ആൻഡ് വൈസ് മെൻ ലിവ് ഇൻ ദം. സായിപ്പിന്റെ ലോജിക് കേട്ടോ. എന്ന് വെച്ചാ എടോ മണ്ടന്മാര് വീട് വയ്ക്കും, നമ്മളെ കയറി അങ്ങ് താമസിച്ചാ പോരെ. ഇത് ട്രൈ ചെയ്യണം. കളിയോടൊക്കെയാ മുടക്കിയതാ. സ്വന്തമായിട്ട് വീട് ആഗ്രഹിക്കാത്തവരുണ്ടാവോ? അത് നമ്മളിപ്പോ ഉള്ള വികാര ജീവികൾക്ക് തോന്നുന്നാടോ. മനുഷ്യന്മാരെടുക്കുന്ന ഭൂരിഭാഗം തീരുമാനങ്ങളും ഇമോഷണൽ അല്ലേ? ആയിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ വികാരത്തിന് അടിമകളാണെന്നല്ലേ? എന്തൊരവസ്ഥയല്ലേ അല്ലേ? വരാന്നേ. വീട്ടിൽ കപ്പ ഒഴുങ്ങി വെച്ചിട്ടുണ്ട്, അതാ. എന്നാ പിന്നെ പോട്ടെ. ശരി, ഒരു സൗകര്യം തന്നോളൂ. വീട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ വാ 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 എന്ന് പറഞ്ഞിട്ടു.
സൗമ്യ മഹേഷിന്റെ കാര്യത്തിൽ ഇത്തിരി പൊസസീവാ. ഇങ്ങനെ വലിച്ചോണ്ട് നടക്കണം മനുഷ്യന്മാർക്ക് ശ്വാസം കിട്ടുമോ? എന്താ ഏ എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്തോ പറഞ്ഞ പോലെ തോന്നി. തോന്നലല്ലേ ഇത്തെ, എല്ലാ തോന്നലും ശരിയാവണമെന്നില്ലല്ലോ. ഈശോയെ ശ്വാസം വീണു. ഡോ ശരിക്കും താൻ വല്ലതും പറഞ്ഞായിരുന്നോ? അജിത്തേട്ടൻ പിന്നെ അടുത്തൂടെ പോയ കൂടെ ചിരിക്കാറില്ല, അത് പറഞ്ഞതാ. ആ ഇപ്പൊ ചിരിക്കാനുള്ള വകയായനെ. ശരിയാ. ചേച്ചി ബുക്സ് എന്തെങ്കിലും നോക്കണം. അല്ല നല്ല കുട്ടികൾക്ക് അമ്മ ഇന്ന് കുറച്ച് ലേറ്റ് ആവേ. നല്ല കുട്ടിയായിട്ടിരിക്കോ? ഞാൻ കുറച്ചു നേരം ഫ്രോസൺ കണ്ടോട്ടെ പ്ലീസ്. അരമണിക്കൂർ മാക്സിമം. ഓക്കെ. അശ്വ അധികം സമയങ്ങളുണ്ട്. ഈ കിൻഡിലൊക്കെ വന്നതിന് ഹാർഡ് കോപ്പി അധികം വായിക്കാറില്ല. ട്രാവൽ ചെയ്യുമ്പോൾ അതല്ലേ സൗകര്യം. എനിക്ക് തോന്നുന്നത് 8-ലെ ജയകൃഷ്ണൻ സാർ ചിലപ്പോൾ വാങ്ങിക്കും. സാർ ഈ ഡിനോസറുടെ നല്ല ഫോട്ടോസുള്ള എൻസൈക്ലോപ്പീഡിയ ഉണ്ട് സാർ. സാർ ഒന്ന് കണ്ടു നോക്കോ, മോക്ക് ഇഷ്ടാവും. ദിനോസറിന്റെ ഫോട്ടോസോ? ഫോട്ടോ പോലത്തെ ചിത്രങ്ങളുള്ള എൻസൈക്ലോപ്പീഡിയ ആണ് സാർ. സാർ എന്തായാലും മോക്ക് ഇഷ്ടാവും. ഇത് നമ്മളെ കണ്ടു നോക്ക്, നല്ല ബുക്കാ സാർ. പപ്പ എത്ര നാളായി ഞാൻ പറയണു എനിക്കിത് വേണം. വേണോ? എന്താ വില ഇത്? സാർ ഒറിജിനൽ പ്രൈസ് 1500 ആണ്, പിന്നെ ഓഫർ പ്രൈസ് 50% ഉണ്ട്. ജി പേ ഉണ്ടോ? ആ ഉണ്ട് സാർ. നമ്പർ പറയും. സാർ 99474 386. മോളെ ചേച്ചിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം. പപ്പ ചേച്ചിക്കൊന്ന് ടോയ്ലറ്റിൽ പോണെന്ന്. അത് ഇത്ര രഹസ്യമായിട്ടൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? വരൂ. സാറേ പറയുമ്പോൾ വലിയ പുരോഗമനമൊക്കെയാ, പക്ഷെ വൃത്തിയുള്ളൊരു പബ്ലിക് ടോയ്ലറ്റ് പോലും ഇല്ല. അതുകൊണ്ടാ സോറി. ഓക്കേ, വരൂ. എവിടെ? നേരെ പോയിക്കോ, അവിടെയാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. സാറേ അത് ഓക്കെയാണ്, ഫുഡ് പോയ്സൺ ആണെന്നാ തോന്നുന്നത്. ആണോ? അതാ കഴിഞ്ഞു. യൂസ് ചെയ്തോളൂ. ചക്കി ബാഡ് ഗേൾ ആവണ്ടേ, ചൂച്ചു വെച്ച ഫ്രഷ് ചെയ്ത് തരുടി. സോറി പപ്പ, ഇതുകൊണ്ട് അതിനെ കാണിക്കട്ടെ. അവൾക്ക് പാരന്റോറിയസ് ആവാൻ ആഗ്രഹം. പ്ലീസ്, അവൾക്കിത് ഇഷ്ടപ്പെടും പപ്പ, പ്ലീസ്. ബാ. പോയിട്ട് വാ. ബൈ. പോടാ.
മേലുണ്ടല്ലോ. നിങ്ങളുടെ പെണ്ണുങ്ങളോടൊപ്പം അവനെ പിടിച്ചാലല്ലേ നാണക്കേടുള്ളൂ. എന്താടാ ബുക്ക് വയ്ക്കാൻ വന്ന പെങ്കൊച്ചിനെ മറ്റേ 2 മിനിറ്റ് വളച്ച് വീടിനകത്ത് കയറ്റി. ഇപ്പൊ ചെന്ന് പിടിച്ചിറക്കി തുണി വെച്ച് പോശക്കിട്ടിട്ട് പിടക്കാം. ഇതുപോലത്തെ ഒരു സുവർണാവസരം ഇനി കിട്ടില്ല ചേട്ടാ. ഇത് പൊളിക്കും. അവൻ നൈസായിട്ട് കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കിട്ട പരിപാടി. സമയമെടുക്കും. എന്താ ഇത്? സർപ്രൈസ് ആണല്ലോ. ആണ്, തരാം. ബാഗ് ഇട്ടിട്ടുണ്ട്. ബാഗ്? ഹലോ ഹലോ, എങ്ങോട്ടാ അത്? എന്റെ ബെഡ്റൂമാണ്. ഹലോ, താൻ എന്തൊരു കാണിക്കണേ? ആളകത്തുണ്ട്. അതിന് തനിക്ക് എന്താണ്? എന്തേ കാണിക്കണേ? കാര്യം അത് പറയണോ? തുടങ്ങിയോ? ഏതായി പെണ്ണ്? ഇവളെങ്ങനെ വീടിനകത്തെത്തി? സർ ഓക്കെ ആണോ? സർ ഓക്കെ അല്ലേ? ഞാനേ ആ ചെറിയാനെ വിളിച്ച് പറഞ്ഞോളാം. വിളിച്ചു പറ. കാര്യമൊക്കെ ശരിയാണ് ചെറിയാൻ സാറേ. ആ മറ്റവനെ കൊണ്ട് വലിയ തലവേദനയാണ്. സാറായിട്ട് അവനെ ഒഴിവാക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി ഓടിക്കും. എന്താ ലിംഗ? ഞാൻ ഗ്രൂപ്പിലൊരു വീഡിയോ ഇടുന്നുണ്ട്. സാർ അതൊന്ന് കണ്ടു നോക്കിട്ട് എന്നെ വിളിക്കും. ഓക്കെ. ഞാൻ പറഞ്ഞപ്പോ മഹേഷ് ഏട്ടൻ വിശ്വസിച്ചില്ലല്ലോ. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു.